വെൽക്കം ടു ശ്രീമാൻസ്. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ട്രിക്കുകളും ടിപ്പുകളും അതുപോലെ ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ ട്രിക്കുകൾ അതിൻ്റെ ക്ലാസ് വിശദമായിട്ട് എഴുതിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് 5 അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ ഈ സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ നേരെ ആദ്യത്തെ ചിഹ്നത്തിൻ്റെ നേരെ 2 എഴുതുക. പിന്നത്തെ സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ നേരെ അതിൻ്റെ ഇരട്ടി എഴുതുക. 2ൻ്റെ ഇരട്ടി 4. ഇനി അടുത്ത ചിഹ്നത്തിൻ്റെ നേരെ 4ൻ്റെ ഇരട്ടി 8. അടുത്ത ചിഹ്നത്തിൻ്റെ നേരെ 8ൻ്റെ ഇരട്ടി 16. റൂട്ടിൻ്റെ ചിഹ്നം 16ൻ്റെ ഇരട്ടി 32. ഇനി ഈസിയാണ് ചെയ്യാൻ. ഇതിനുള്ളിലുള്ള സംഖ്യ അങ്ങ് എഴുതുക. ഇവിടെ ലാസ്റ്റിൽ വന്നത് ഏതാണോ അത് അടിയിൽ എഴുതുക. അതിനേക്കാൾ 1 കുറച്ച് മുകളിൽ എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ നേരെ 2 എഴുതുക. ആദ്യം 2. അടുത്ത അതിൻ്റെ ഇരട്ടി അടുത്ത ചിഹ്നത്തിൻ്റെ നേരെ 4. 4ൻ്റെ ഇരട്ടി അടുത്ത ചിഹ്നത്തിൻ്റെ നേരെ 8. 8ൻ്റെ ഇരട്ടി 16. 16ൻ്റെ ഇരട്ടി 32. അപ്പോൾ 5 ഇവിടെ 5 എന്ന് എഴുതുക. ഇവിടെ ലാസ്റ്റിൽ വന്നത് 32. 32 എഴുതിയിട്ട് അതിനേക്കാൾ 1 കുറച്ച് മുകളിൽ എഴുതുക. ഇതാണ് ഉത്തരം. അതേപോലെ ഇത് എഴുതാമല്ലോ. റൂട്ട് ഓഫ് 6 റൂട്ട് ഓഫ് 6 റൂട്ട് ഓഫ് 6 സ്ക്വയർ റൂട്ട് ഓഫ് 6 റൂട്ട് ഓഫ് 6 അതിനുള്ളിൽ റൂട്ട് 6 അങ്ങനെ 4 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് എഴുതിയാൽ മതി. ഈ മെത്തേഡ് പഠിച്ചിരുന്നാൽ മതി. ഈ റൂട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ 2. അടുത്ത റൂട്ടിൻ്റെ ചിഹ്നത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഇരട്ടി 4. അതിൻ്റെ അടുത്ത ചിഹ്നത്തിൻ്റെ നേരെ 4ൻ്റെ ഇരട്ടി 8. പിന്നെ 8ൻ്റെ ഇരട്ടി 16. അപ്പോൾ ഇതിനുള്ളിലുള്ള സംഖ്യ അങ്ങ് എഴുതുക. ഇവിടെ ലാസ്റ്റിൽ വന്ന ഏതാണോ അതിവിടെ എഴുതുക. അതിനേക്കാൾ 1 കുറച്ച് ഇവിടെ എഴുതുക. 6⁻15/16. അടുത്തത് റൂട്ട് ഓഫ് 2 റൂട്ട് ഓഫ് വലിയൊരു റൂട്ടിനകത്ത് 2 അതിൻ്റെ പിന്നെ ഒരു റൂട്ടിനകത്ത് 2 2 2 ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ വില കാണാൻ ആദ്യത്തെ സ്ക്വയർ റൂട്ടിന് ചിഹ്നത്തിൻ്റെ നേരെ 2. പിന്നെ 4 അതിൻ്റെ ഇരട്ടി 8. പിന്നെ 16. പിന്നെ 32. പിന്നെ 64. അതായത് ആദ്യം ഈ റൂട്ടിനുള്ളിലുള്ള സംഖ്യ അങ്ങ് എഴുതുക. പിന്നെ ഇവിടെ എത്ര ലാസ്റ്റിൽ വന്നോ അതിവിടെ മുകളിൽ താഴെ എഴുതുക. മുകളിൽ 1 കുറച്ചിട്ട് എഴുതുക. ഇവിടെ ലാസ്റ്റിൽ വന്ന ഏതാണോ അതിവിടെ 64 എഴുതുക. ഇവിടെ അതിനേക്കാൾ 1 കുറച്ചിട്ട് മുകളിൽ എഴുതുക. 2⁻63/64 എന്ന് വരും. ഇവിടെ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല. ഇവിടെ ആ 6 അങ്ങ് എഴുതിയാൽ മതി. ഇങ്ങനെ ചോദ്യങ്ങൾ റൂട്ട് ഓഫ് 6 റൂട്ട് ഓഫ് 6 റൂട്ട് ഓഫ് ഇങ്ങനെ വലിയ റൂട്ട് അതിനകത്ത് ഇങ്ങനെ റൂട്ട് ഇങ്ങനെ വന്നാൽ ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ആ സംഖ്യ അങ്ങ് എഴുതിയാൽ മതി. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇവിടെ അതുപോലെ റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 7 എക്സെട്ര ഇൻഫിനിറ്റി അതായത് 7 അതിനുള്ളിലുള്ള സംഖ്യ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ റൂട്ട് ഓഫ് 9 റൂട്ട് ഓഫ് 9 റൂട്ട് ഓഫ് 9 റൂട്ട് ഓഫ് 9 എക്സെട്ര ഇൻഫിനിറ്റി ഇപ്പം എഴുതിയാൽ. ഇവിടെ ഒരിക്കൽ കൂടെ പറയാം. റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് 5 റൂട്ട് ഓഫ് 5 വലിയൊരു സ്ക്വയറുകൾ അങ്ങനെ സ്പീഡിൽ കണ്ടുപിടിക്കുക. 28ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 8ൻ്റെ സ്ക്വയർ എഴുതുക 64. പിന്നെ 2ൻ്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2ഉം 8ഉം 2ഉം കൂടെ അതായത് 2 2 4 8 32 ഗുണിച്ചിട്ട് ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. 784 വരും. 28ൻ്റെ സ്ക്വയർ അതാണ് എളുപ്പവഴി. ഇവിടെ ആദ്യം 2ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ 3ൻ്റെ സ്ക്വയർ എഴുതുക. ഇവിടെ 3 അക്കമാണല്ലോ ഒരു 0 ഇട്ടോളൂ. 30ൻ്റെ സ്ക്വയർ 3 അക്കമാണ് 900. അതായത് 32ൻ്റെ സ്ക്വയർ ഇവിടെ 2ൻ്റെ സ്ക്വയർ എഴുതുക. ഇവിടെ 3ൻ്റെ സ്ക്വയർ എഴുതുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇനി ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 2 3 അതായത് 3 4 12. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടിയാൽ മതി. 1024 വരും. അടുത്ത 44ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ വീണ്ടും 4 ഇവിടെ 4 ഇവിടെ 4 ആണ്. 4ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 4 2 8 4 32 ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. കൂട്ടുക. 1936 വരും. അടുത്തത് 23ൻ്റെ സ്ക്വയർ നോക്കാം. 23ൻ്റെ സ്ക്വയർ ആദ്യം 3ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ 2ൻ്റെ സ്ക്വയർ എഴുതുക. 3 അക്കം വരുന്നതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 2 3 2 2 3 6 2 12 ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. കൂട്ടുക. അപ്പോൾ ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 3 2 2 3 6 2 12 ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. എന്നിട്ട് വെറുതെ കൂട്ടുക. 2 529 വരും ഇതിൻ്റെ സ്ക്വയർ. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ് വന്നതെങ്കിൽ ലാസ്റ്റ് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറാണ് കാണേണ്ടതെങ്കിൽ
ആദ്യം ഈ 5ൻ്റെ സ്ക്വയർ എഴുതുക 25. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഏതാ 3. 3ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചെഴുതുക 12. 3 4 12. അങ്ങനെ എളുപ്പമാകുന്നത്. ഇവിടെ ആദ്യം 5ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഏതാന്ന് 2. 2ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചിട്ട് എഴുതുക 625. 2 ഗുണം 3 6. അടുത്തത് ഇവിടെ 5ൽ അവസാനിക്കുന്ന സംഖ്യ 75. 75ൻ്റെ സ്ക്വയർ കാണാൻ 5ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇവിടെ 7 ഉള്ളത്. 7ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിക്കുക. 7 8 56. 7625. ഈ 85ൻ്റെ സ്ക്വയർ ആദ്യം 5ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ 8ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യ 8 9 72. 7225. കാര്യങ്ങൾ ഓർത്തിരിക്കുക. സ്പീഡിൽ ചെയ്ത് നോക്കാതെ കാൽക്കുലേഷൻ ചെയ്ത് ടൈം കളയാതെ നമുക്കിത് ചെയ്യാൻ പറ്റും, ഇത് അറിഞ്ഞിരുന്നാൽ. ഇവിടെ -1 പവറല്ല ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് അത് പോസിറ്റീവാണ് വരും. 1 -1 ഇവിടെ 20 ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് പോസിറ്റീവ് വരും. -1 പോസിറ്റീവ് 1 വരും. ഇരട്ട സംഖ്യയാണ് 6. ഈവൻ നമ്പറിൻ്റെ പവർ വരുന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. -1 ഈവൻ നമ്പറാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവാണ് വരിക. പവർ ഇരട്ട സംഖ്യ വന്നെങ്കിൽ പ്രോഡക്റ്റ് പോസിറ്റീവ് വരും. -1 25 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്, അതുകൊണ്ട് നെഗറ്റീവ് വരും. -1 13 ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് നമുക്ക് ആൻസർ -1 വരും. -1 11 ഒറ്റ പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് നെഗറ്റീവ് വരും. പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ റേസ് ടു വന്നേക്കുന്നത് ആ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ പോസിറ്റീവ് വരും. ഇനി -2 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2 എഴുതുക നെഗറ്റീവ് വരും, ഒറ്റ സംഖ്യ ആയിരുന്നു. സാധാരണ വർഷം അതിൻ്റെ എക്സാമ്പിൾ എഴുതാം. 2003 2005 2007. 4ൻ്റെ ഗുണിതം അല്ലാത്തതെല്ലാം വരും. അപ്പോൾ ഈ സാധാരണ വർഷത്തിലാകെ 365 ദിവസമായിരിക്കും. അതിവർഷം 2000 2004 2008 2012 1940 1916 അങ്ങനെ അങ്ങോട്ട് 4ൻ്റെ ഗുണിതങ്ങളെല്ലാം വരും. അതായത് അതിവർഷത്തിൽ 366 ദിവസം കാണും, സാധാരണ വർഷത്തിൽ 365 ദിവസമേ കാണൂ. ഈ സാധാരണ വർഷത്തിലാണെങ്കിൽ ഇപ്പോൾ ജനുവരി 1 തിങ്കളായാൽ ആ വർഷം ലാസ്റ്റ് ദിവസം ഡിസംബർ 31 അതേ സെയിം ദിവസം തന്നെ ആയിരിക്കും, തിങ്കൾ തന്നെ ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. സാധാരണ വർഷത്തിൽ ജനുവരി 1 തിങ്കളായാൽ ആ വർഷം ലാസ്റ്റ് ദിവസം, സാധാരണ വർഷത്തിൽ ജനുവരി 1 തിങ്കളായാൽ ഡിസംബർ 31 തിങ്കളായിരിക്കും. ജനുവരി 1 വ്യാഴമായാൽ ഡിസംബർ 31 വ്യാഴമായിരിക്കും. അതിവർഷത്തിൽ ഫെബ്രുവരി 29 ദിവസം കാണും. സാധാരണ വർഷത്തിൽ 28 ദിവസമേ ഉള്ളൂ, അതാണ് 365 വന്നത്. അതിവർഷത്തിലാണെങ്കിലോ ജനുവരി 1 ഇപ്പം 1940 ജനുവരി 1 അല്ലെ 1916 ജനുവരി 1 പിന്നെ വ്യാഴമായാൽ ആ വർഷത്തെ ലാസ്റ്റ് ദിവസം ഡിസംബർ 31. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂടും, അതിവർഷം ആയതുകൊണ്ട് വ്യാഴത്തിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. വ്യാഴം +1, അതായത് വെള്ളി. ഇത് സാധാരണ വർഷത്തിൽ 365 ദിവസം, അതിവർഷത്തിൽ 366 ദിവസം. സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്നറിയാൻ 4ൻ്റെ ഗുണിതമാണ്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിവർഷമായിരിക്കും. അതായത് ഫെബ്രുവരി 29 ദിവസം കാണും. ഇതിൽ ഫെബ്രുവരി 28 ദിവസമേ കാണത്തുള്ളൂ സാധാരണ വർഷത്തിൽ. സാധാരണ വർഷത്തിൽ 1 തിങ്കളായാൽ ആ വർഷം ലാസ്റ്റ് ദിവസവും തിങ്കൾ തന്നെ ആയിരിക്കും. ജനുവരി 1 ചൊവ്വയായാൽ ലാസ്റ്റ് വർഷം ആ ദിവസം ലാസ്റ്റ് ദിവസം ആ വർഷം ലാസ്റ്റ് ദിവസം ചൊവ്വ തന്നെ ആയിരിക്കും. അതേസമയം അതിവർഷത്തിലാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വരും, ഒന്നും കൂടെ കൂട്ടണം. ജനുവരി 1 വ്യാഴമായാൽ 2001 ജനുവരി 1 ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വർഷത്തെ ഡിസംബർ 31 നോക്കുക. പിന്നെ തൊട്ടടുത്ത ദിവസം വരുമല്ലോ, ജനുവരി 1 ആയാലും അല്ലെ 2 ദിവസം കൂടി ജനുവരി 2 ആയാലും 1+2+3+etc 10 വരെയുള്ള ഇതാവുമ്പോൾ നമ്മൾ കൂട്ടി നോക്കാനൊന്നും നിൽക്കേണ്ട, ഫോർമുലയൊന്നും ചെയ്യേണ്ട. ഇവിടെ 10ൽ അവസാനിച്ചെങ്കിൽ 10ൻ്റെ നേരെ പകുതി എഴുതുക, ഒരു തവണയും കൂടെ എഴുതുക 55. ഇവിടെ 1+2+etc 100 1ൽ തുടങ്ങണം. പിന്നെ 0 എത്ര 100 1000 10000 എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വന്നാലും നമ്മൾ ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഇത് 100ൻ്റെ പകുതി എഴുതുക 50, അതൊന്നും കൂടെ എഴുതുക 50.
5050. ഇവിടെ 1 + 2 + 3 + എക്സെട്ര 1000. 1000 വന്നാൽ അതിൻ്റെ നേരെ പകുതി എഴുതുക. അതൊരു തവണയും കൂടെ അങ്ങ് എഴുതുക. അടുത്ത 1 + 2 + 3 + 4 + എക്സെട്ര 10,000. അങ്ങനെ വരുമ്പോൾ 10,000ൻ്റെ പകുതി എഴുതുക 5,000. പിന്നെ 5,000 വീണ്ടും എഴുതുക. a + b × a - b = a² - b². അപ്പം 102 × 98 മൊത്തം ഇൻറ്റു ചെയ്യണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. 100 + 2 × 100 - 2. അതായത് a + b × a - b മോഡൽ a² - b². അതായത് 10,000-ൽ നിന്ന് 4 കുറയ്ക്കുക. അത്രയും വരും. ഇത് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ ഐഡൻറ്റിറ്റി. a + b × a - b a² - b². അതേപോലെ 105 × 95 100 + 5 × 100 - 5. അതായത് 100ൻ്റെ സ്ക്വയർ - 5ൻ്റെ സ്ക്വയർ. 100ൻ്റെ സ്ക്വയർ എത്ര വരും? 4 0 ഇട്ട് കൊടുത്താൽ മതി. 1 100 × 100 -25 വരും. ഇത്രയും വരും. ഇനി 52 × 48 അങ്ങനെ വന്നാൽ നമുക്ക് 50 + 2 × 50 - 2 ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് 50² - 2². അതായത് 50ൻ്റെ സ്ക്വയർ എത്ര? 5. 50 × 50 2500. അതിൽ നിന്ന് 4 കുറയ്ക്കുക. 2500-ൽ നിന്ന് 4 കുറയ്ക്കുക. 2496. 500-ൽ 4 496. ഇതറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു.